ഹാപ്പി ലൈഫ് ഹാപ്പി മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പവർഫുള്ളായ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനെ കുറിച്ചാണ്. എന്താണെന്നായിരിക്കും അല്ലേ? 369 ടെസ്ല കോഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ടെസ്ല കോഡ്, അതായത് നിക്കോളാസ് ടെസ്ല എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇത് ലോകത്തിന് പരിചയപ്പെടുത്തിയത്. അദ്ദേഹം കണ്ടുപിടിച്ചതാണ് ടെക്നിക്ക്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ ഒരേ ഉത്തരം നിക്കോളാസ് ടെസ്ല എന്നുള്ളതാണ്. അനേകം കണ്ടുപിടുത്തങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ ഉള്ള ഒരു ടെക്നിക്കാണ് 369 ടെസ്ല കോഡ് ടെക്നിക്ക്. ഇതെന്താണെന്ന് നോക്കിയാലോ? നമുക്കറിയാം, നമ്മൾ എഴുതി വെച്ച ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എഴുതി വെച്ചിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നമ്മൾ അറിഞ്ഞോ അറിയാതോ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ലോ ഓഫ് അട്രാക്ഷനിൽ സംഭവിക്കുന്നത് എന്താണ്? കുറേ പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യും, അഫർമേഷൻ പറയും, എഴുതി വെക്കും. ഈ അഫർമേഷൻ പറയുന്നത് എന്തിനാണ്? നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ നിലവിലുള്ള സാഹചര്യങ്ങൾ നോക്കാതെ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് വേണ്ടതായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്യങ്ങളാണ് ദൃഢപ്രതിജ്ഞാവാക്യങ്ങൾ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നതൊക്കെയാണ്. പക്ഷേ ചില സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ചില ബ്ലോക്കൊക്കെ വരാറുണ്ട്. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്കതങ്ങോട്ട് എത്തിപ്പിടിക്കാനോ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിലേക്കൊന്നും എത്താനോ പറ്റുന്നില്ല. അതിൻ്റെ കാരണം മെൻ്റൽ ബ്ലോക്കാണ്. ആ മെൻ്റൽ ബ്ലോക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അതിലെത്താവുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും നമുക്ക് എന്തില്ല? ക്ഷമയില്ല. എല്ലാവർക്കും പെട്ടെന്ന് കാര്യം നടക്കണം അല്ലേ? പലരും പറയാറുണ്ട് എന്നോട്, എൻ്റെ വീഡിയോസെല്ലാം സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ അവതരിപ്പിക്കുന്നതെന്ന്. ശരിയാണ്. കാരണം എനിക്ക് നിങ്ങളിൽ ഒരാളായിട്ട് സംസാരിക്കാനാണ് ഇഷ്ടം. കാരണം ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു. ഞാൻ എങ്ങനെയൊക്കെ എൻ്റെ മാറ്റം ആഗ്രഹിച്ചുവോ അതിൽ നിന്നൊക്കെ ഞാൻ വ്യത്യസ്തമായി ഓരോ ദിവസവും എനിക്ക് തന്നെ പറയാനാകും, ഞാൻ ഓരോ ദിവസവും സ്റ്റെപ്പായി കയറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് ഒരാളും പറഞ്ഞു തന്നിട്ടോ അല്ലെങ്കിൽ ഒന്നിലും ഒരു അടിച്ചേൽപ്പിച്ചതോ ഒന്നുമല്ല. ഞാൻ തന്നെ സ്വയം ചെയ്യുന്ന പ്രാക്ടീസുകളിലൂടെ. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ക്ലാസ്സിലും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇതിലും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാം ഞാൻ എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്തിട്ടാണ്, അതിലെനിക്കൊരു വിജയം കിട്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരാളായി സംസാരിക്കാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ 369 ഒരു ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ? അതായത് അതിൻ്റെ ആ പേര് തന്നെ ഉണ്ട് 3, 6, 9. ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ എഴുതി വെച്ച ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു ആഗ്രഹം കൊണ്ടെടുക്കുക. ചെറിയ ആഗ്രഹങ്ങളായിക്കോട്ടെ. കാരണം വലിയ ആഗ്രഹങ്ങൾ എഴുതി വെക്കുമ്പോൾ എന്തായാലും ഒരു സമയം എടുക്കും. അപ്പോൾ നമുക്ക് ക്ഷമയുണ്ടാവില്ല. എഴുതി വെച്ച ശേഷവും നമ്മുടെ മനസ്സ് പറയും, ഇതൊന്നും ആയില്ലല്ലോ, ഒന്നും ആവുന്നില്ലല്ലോ. അങ്ങനെ ഒരു സംശയം വന്നു കഴിഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ട് ചെറിയൊരു ആഗ്രഹം എടുക്കുക. നമുക്ക് പെട്ടെന്ന് അത് കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു ആഗ്രഹം എടുത്തിട്ട് നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതായത് 369 പറയുന്ന പോലെ തന്നെ അതിരാവിലെ നിങ്ങൾ ഉണർന്ന ഉടനെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക. ആ ഉണർന്ന സമയത്ത് തന്നെ നിങ്ങൾ ഇതിനായിട്ടൊരു ബുക്കും വേണം, ഒരു പേനയും വേണം, നിർബന്ധമാണ്. ഒരു ചെറിയ നോട്ട്ബുക്ക് മതി, ഒരു 100 പേജ് നോട്ട്ബുക്ക്, അതിനകത്തൊരു വിലയൊന്നും ഉണ്ടാവില്ല. ആ നോട്ട്ബുക്കും ഒരു പേനയും വേണം. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് നടക്കാനുള്ള ഒരു ലക്ഷ്യം എടുക്കുക. എന്നിട്ട് അതിൽ 3 തവണ വിശ്വാസത്തോടു കൂടി, ഒരു സംശയവും കൂടാതെ, അത് കിട്ടിക്കഴിഞ്ഞ ഫീലിങ്സിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. സംശയം വന്നു കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല. കാരണം നമ്മുടെ മനസ്സിനെ കൊണ്ട് നമ്മളത് അട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മളെ സന്തോഷം ആ ഫീലിങ്സൊക്കെ നമുക്ക് വരണം എഴുതുമ്പോൾ. 3 തവണ എഴുതിയാൽ മതി. അതിരാവിലെ എഴുന്നേറ്റ ഉടനെ വിശ്വാസത്തോടു കൂടെ എഴുതുക. അതുപോലെ അന്ന് വൈകുന്നേരം 6 മണിക്ക് മുമ്പായിട്ട് 6 പ്രാവശ്യം എഴുതുക. മനസ്സിലായോ? 6 മണിക്ക് മുമ്പായി 6 പ്രാവശ്യം സെയിം നല്ല അത് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ സന്തോഷമൊക്കെ ഒന്ന് വരുത്തി അത് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസേഷനും കൂടെ കൊടുക്കുക, എഴുതുക. അതേപോലെ അന്ന് രാത്രി കിടക്കാൻ പോകുന്ന തൊട്ട് മുൻപ് 9 പ്രാവശ്യം എഴുതുക. ഇതാണ് 369 ടെസ്ല കോഡ് എന്ന് പറയുന്നത്. ഇത് എത്ര ദിവസം ചെയ്യണം? 21 ഡേ, 21 ദിവസം നിങ്ങളിത് കണ്ടിന്യൂസ്ലി ചെയ്യണം. കാരണം ഈ ആഗ്രഹം നമ്മളിങ്ങനെ മടി പിടിച്ചിരുന്നാൽ നമുക്കൊന്നും ലഭിക്കുകയില്ല. മടിയിലൊന്നും കിട്ടില്ല അല്ലേ? നമ്മളതിന് എന്തിനും നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. രാവിലെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കുക, കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക.
എന്നിട്ട് ഒരു 3 തവണ അല്ലേ എഴുതണ്ടുള്ളൂ. വിശ്വാസത്തോടു കൂടെ 3 തവണ എഴുതിയ ശേഷം നിങ്ങൾ എന്ത് ജോലിക്ക് വേണേലും പോവുക. പിന്നെ 6 മണിക്ക് മുമ്പായി എഴുതുക 6 പ്രാവശ്യം. നിങ്ങൾക്ക് ഓഫീസിൽ ജോലി തിരക്കുള്ള ആളാണെങ്കിൽ ഓഫീസിൽ നിന്ന് എഴുതിക്കൂടെ? 6 മണിക്ക് മുമ്പായി ആ ഒരു സമയം നോക്കിയിട്ട് വിശ്വാസം ഒരു ഫീലിങ്സോട് കൂടെ ആ ബുക്കിലൊന്ന് എഴുതുക എന്നുള്ള. ആ ബുക്കൊന്ന് ബാഗിലോ പോകുന്ന സമയത്ത് ബാഗിലൊക്കെ ഒന്ന് കരുതുക. ജോലിക്ക് പോകുന്നവരെ കേസാണ് പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ അന്ന് കിടക്കുന്നതും പോകുന്നതിന് തൊട്ട് മുൻപ് എന്തായാലും നമുക്ക് സമയം ഉണ്ടാവും. ഉറങ്ങാതിരിക്കില്ല എല്ലാവരും. അപ്പോൾ ഒരു 9 തവണ എഴുതുക. സിമ്പിളാണ്. ഫീലിങ്സോട് 21 ദിവസം ചെയ്യുക. ഈ ആദ്യം ചെറിയൊരു ഗോൾ എടുക്കുക. അപ്പം എനിക്ക് അതിലൊരു 1000 രൂപ ഇന്നേ ദിവസം ലഭിച്ചതിന് നന്ദി. നമുക്ക് 1000 രൂപയാണ് വേണ്ടതെന്ന് വിചാരിക്കാം. എനിക്ക് അടുത്ത മാസം 1000 രൂപ ലഭിച്ചതിന് നന്ദി. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പ്രൊമോഷൻ എനിക്ക് ലഭിച്ചതിന് നന്ദി. അങ്ങനെ എഴുതുക. എക്സാമ്പിളാണ് പറഞ്ഞത്. ഇതെല്ലാവരും പ്രാക്ടീസ് ഒന്ന് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല റിസൾട്ടാണ് കേട്ടോ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച ആ കാര്യം നമുക്ക് ലഭിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ ലഭിക്കുമ്പോൾ വലിയ കാര്യത്തിന് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. ജീവിതം അടിപൊളിയാക്കുക. എപ്പോഴും ഞാൻ പറയുന്ന പോലെ സന്തോഷിച്ചിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. എന്നും സന്തോഷമൊന്നും നമുക്ക് കിട്ടുകയില്ല. പല പല പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ വരും. അതൊന്ന് 3 2 അല്ലെങ്കിൽ പോട്ടെ, അന്ന് തന്നെ നമുക്ക് ആ വേദന മറക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. സാഹചര്യമല്ല നമ്മളെ പ്രശ്നം, നമ്മുടെ ഇമോഷൻസാണ്. ആ സമയത്ത് നമ്മൾ അതിനെ വലിച്ചെടുക്കുന്ന നമ്മുടെ അബ്സോർബിങ് മൈൻഡാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു വ്യക്തിയാണ് നമ്മളെ എപ്പോഴും ഹറാസ് ചെയ്യുന്ന സംസാരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയെ തൽക്കാലം അവരുടെ വാക്കുകളെ നമ്മൾ മാറ്റി വെക്കുക. അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവായി പോരുക. ഇനിയിപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, നമ്മുടെ കൂടെ തന്നെയുള്ള വ്യക്തിയാണെങ്കിൽ അവരുടെ വാക്കുകൾക്ക് ഒരു വിലയും നമ്മൾ കൊടുക്കാതിരിക്കുക. മനസ്സിൽ നിന്ന് ആ വ്യക്തി പറയുന്ന എപ്പോഴും നെഗറ്റീവാണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ എപ്പോഴും നമ്മളെ തളർത്താനുള്ള വാക്കുകൾ മറ്റുള്ളവർ നമ്മെ സംസാരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. നമ്മുടെ ലൈഫിൽ എന്നേക്കും ഒഴിവാക്കാൻ പറ്റുന്ന വ്യക്തികളുണ്ടാവും. അങ്ങനെയുള്ളവരെ വാക്കിന് ഒരു വിലയും കൊടുക്കാതിരിക്കുക. നമ്മുടെ ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. മോട്ടിവേഷൻ വീഡിയോസ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക. പല പല നല്ല പാട്ടുകൾ കാണുക. നല്ല പാട്ട് വെച്ച് അടിപൊളി ഡാൻസ് ചെയ്യുക. ഈ സങ്കടപ്പെടുത്തുന്ന വീഡിയോസ് നിങ്ങളതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം. വീണ്ടും വീണ്ടും നിങ്ങളോട് പറയുകയാണ്, അത് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കും. സങ്കടപ്പെടുത്തുന്ന സിനിമ, നമ്മളെ ഇമോഷൻസ്, നമ്മൾ കരഞ്ഞു പോകുന്നില്ലേ സിനിമ കാണുമ്പോൾ? എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലേക്ക് അത് കയറി. വല്ല കാര്യമുണ്ടോ കരയണ്ടേ? അതൊരു സിനിമയാണെന്ന് പോലുള്ള ചിന്ത പോലും നമ്മൾ മറന്നു പോവുകയാണ്. അതിൽ ആ നായകൻ്റെ എന്താ പറയുക, ആ ഒരു ക്ലൈമാക്സ് കൂടെ എത്തുമ്പോഴേക്കും അത്രയും വേദനപ്പെടുന്ന ഒരു രംഗമാണെങ്കിൽ കണ്ണിൽ നിന്ന് നമുക്ക് വെള്ളം ഇങ്ങനെ കുടുകുടാ ചാടും. പക്ഷേ അതിൽ നല്ല അതുപോലെ ഹാപ്പി ആയിട്ടിരിക്കുന്ന മൂമെൻറ്റും ഉണ്ടാവില്ല അതിൽ. അതുപോലെ ഈ കോമഡി ഭാഗം വരുമ്പോൾ നമ്മൾ ചിരിച്ചു പോകുന്നില്ലേ? അത് നല്ലതാണ്. കാരണം നമ്മുടെ ഹാപ്പിനെസ് കൂടുക ചെയ്യുന്നത്. നമ്മൾ ചിരിക്കാതെ ഓർത്തോർത്ത് നമ്മൾ ചിരിക്കാറുണ്ട് അല്ലേ? അങ്ങനെയുള്ള സിനിമകളൊക്കെ കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമുക്ക് ചില സിനിമ കാണുമ്പോൾ നമുക്ക് നല്ല മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് പല ആഗ്രഹങ്ങളുണ്ട്, ഇത് നേടിയെടുക്കണം. അങ്ങനെയുള്ള സിനിമകളൊക്കെ നമുക്ക് കാണാം. വല്ലാതെ നമ്മളെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നവരുന്നത് വേദനയാക്കുന്നൊക്കെ പല സിനിമകളുണ്ട്. വേദനയാക്കുക മീൻസ് നമ്മളിങ്ങനെ കാണാറുണ്ടല്ലോ പല ക്രൈം മൂവീസ്. അങ്ങനെയുള്ള മൂവീസ് ഒക്കെ നമ്മൾ വിട്ടുക. രസമായിരിക്കും കാണാൻ. ചിലർ ചോദിക്കാറുണ്ട്, ആ സമയത്തല്ലേ ഉള്ളൂ, അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നില്ലേ? എവിടെ? ഒരാഴ്ച കഴിഞ്ഞാലും അതിൻ്റെ ഒരു ചിന്ത ഉള്ളിൽ വരും. അതുകൊണ്ടാണ് മാക്സിമം അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക. എപ്പോഴും നമ്മളെ ഇമോഷൻസ്, അതായത് പെട്ടെന്ന് കരയുന്ന ഒരു വ്യക്തി, എപ്പോഴും വേദന അനുഭവിച്ച് പെട്ടെന്ന് മനസ്സ് മാറ്റി ഇങ്ങനെ ഒരു എന്താ പറയുക, വിൽ പവർ ഇല്ലാതെ മനസ്സിനൊരു കട്ടിയില്ലാത്ത വ്യക്തികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒട്ടും ഇത് കാണാതിരിക്കുക. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം മൈൻഡിനത് അങ്ങനെ കണ്ടാലും മൈൻഡ് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു വേദനയിൽ നടക്കും. വല്ല ആവശ്യമുണ്ടോ ഇതിനൊക്കെ? ഉള്ള സമയം നല്ല ഹാപ്പിനെസ് ഉണ്ടാക്കിയെടുത്ത് നമ്മളെ ഹാപ്പിനെസ്സിലേക്ക് പോവുക. നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അടിപൊളിയായി നടത്തിക്കൊണ്ടു പോവുക. അതൊക്കെയല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ എല്ലാ ദിവസവും മാക്സിമം നമ്മൾ സന്തോഷം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. സന്തോഷം എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? പല പല ആക്ടിവിറ്റീസും ഉണ്ടല്ലേ സന്തോഷം തിരഞ്ഞെടുക്കാൻ. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മളെ മനസ്സിന് എന്താണോ സന്തോഷം തരുന്നത് അത് ചെയ്യുക. ആരെങ്കിലും ഗോസിപ്പ് പറയുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തുക. ഗോസിപ്പ് പറയാൻ വേണ്ടി, ഏഷ്യന് പറയാൻ വേണ്ടി വരുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ നമ്മൾ കൂടിയിരുന്ന് പറയാതിരിക്കുക, ഒന്ന് കേൾക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. അവർ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ അവരെ മുഷിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
ഞാൻ തിരക്കിലാണോ, ബിസിയാണ്, കുറച്ച് മാറി നിൽക്കുക. അപ്പോൾ അവർക്ക് താനും മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ട് നിൽക്കുക എന്നുള്ളത്. കാരണം നമ്മളെ മൈൻഡിനെ കൂടെ അത് ലോ ലെവലെത്തിക്കും. മനസ്സ് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ ഒരിക്കലും അട്രാക്ഷൻ നടക്കുകയില്ല. വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മളെ എത്രത്തോളം ഹാപ്പിനെസ്സോട് കൂടി ഇരിക്കുന്നു അത്രത്തോളം നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ വരിക. ഈ സംഭവങ്ങളൊന്നും അറിയാതെ തന്നെ നമ്മൾ ഇതിന് മുൻപേ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ആ സമയത്തും നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്ന് നമ്മൾ അത്രയും ആഗ്രഹിച്ച സംഭവം നല്ല ഒരു മൊമെൻറ്റിലായിരിക്കും അത് ആഗ്രഹിച്ചിട്ടുണ്ട്, അത് വരികയും ചെയ്ത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തുകൂടാ? നമുക്ക് എവിടെയെങ്കിലും യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ദുബായ് കാണാൻ ആഗ്രഹമാണ് ഉദാഹരണം. അപ്പോൾ അവിടെ പോകുന്നതും ഫ്ലൈറ്റ് കയറുന്നതും അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം ആസ്വദിക്കുന്നതും എന്തുകൊണ്ട് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്തുകൂടാ? അപ്പോൾ എഴുതി വെക്കുക അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. എന്നിട്ട് അതിനായിട്ട് തന്നെ ആ ഒരു ആഗ്രഹം ചുറ്റിപ്പറ്റിയാണെങ്കിൽ അതിനായിട്ട് തന്നെ ഒരുപാട് നേരം നമ്മളിങ്ങനെ കോൺസെൻട്രേഷൻ ചെയ്യുക, വിഷ്വലൈസേഷൻ ചെയ്യുക. അതിനുള്ള പൈസയൊക്കെ നമുക്ക് ഒത്തുവരും. നിങ്ങൾക്ക് തന്നെ പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ നല്ല കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് പൈസ വേണമല്ലേ, അവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് നമ്മളെ കയ്യിൽ വേണം. വെറുതെ ഒന്നും നമുക്ക് അവിടെ പോകാൻ പറ്റില്ലല്ലോ. നമ്മളൊരു ഊട്ടിയിലോ കൊടൈക്കനാലോ പോയി വരുന്ന പോലെയല്ലല്ലോ ദുബായിലൊക്കെ പോകാമെന്ന് പറയുമ്പോൾ അവിടെ പോയാൽ മാത്രം മതിയോ? പർച്ചേസും ചെയ്യണ്ടേ, അവിടെ നമ്മൾ ആസ്വദിക്കണ്ടേ, പല പല സ്ഥലങ്ങളിലും കറങ്ങണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എഴുതി വയ്ക്കുക. നമുക്ക് അതിനായിട്ടുള്ള വരുമാനമൊക്കെ നമുക്ക് ഉണ്ടാക്കി, അപ്പം നമുക്കൊരു ജോലിക്കൊക്കെ പല ഇതും വരും. നമുക്ക് ബിസിനസ് തുടങ്ങാനുള്ള പല ഇതും വരും. അപ്പോൾ അതിലേക്കുള്ള പോവുക, അല്ലെങ്കിൽ ജോലിക്ക് പോവുക, അതിനുള്ള പൈസ സ്വൽക്കൂട്ടി വെക്കുക, ചിട്ടി തുടങ്ങും. അങ്ങനെ പല സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മൾ മൈൻഡ് അതിലേക്ക് പോയി ലാസ്റ്റ് നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും. ഇങ്ങനെയാണ് അട്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യവും നമുക്കിങ്ങനെ സാധിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ അതിനൊരു ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, മറ്റുള്ള വ്യക്തികൾക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോൾ നമ്മളെ മാതിരിയല്ല. അവർക്ക് നമ്മൾ നോക്കുമ്പം പുറമെ കാണുമ്പോൾ അവർക്ക് നല്ല സുഖമായിരിക്കും, അവരുടെ ഉൾഭാഗം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ അവർക്ക് എല്ലാ ഭാഗം കൊണ്ടും ഉൾഭാഗം മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുക. അതായത് അവിടെ ഉള്ളിൽ അത്രയും ടെൻഷനും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പുറമെ അവർക്ക് എല്ലാ സെറ്റപ്പും ഉണ്ടാവും എന്ന് വിചാരിക്കുക. അതായത് വീടിന് വീട്, കാറ്, പണത്തിന് പണം, ഉദ്യോഗം എല്ലാം ഉണ്ട് വിചാരിക്കുക. അവർ പല പല രാജ്യങ്ങളും കാണുന്നവരായിരിക്കും. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളെ തൊട്ടടുത്തുള്ള അയൽക്കാരോ അവിടെയൊക്കെ അങ്ങനെ പോയി, അപ്പോൾ നിങ്ങൾക്കും ആഗ്രഹമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും പോകാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾ ഒരു നേരമെങ്കിലും ചിന്തിക്കും. ആ സമയത്തൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അറിയോ? ആ വ്യക്തികളെ മനസ്സറിഞ്ഞ് ബ്ലെസ് ചെയ്യുക എന്നുള്ളതാണ്. അവർ ആസ്വദിക്കട്ടെ. അതുപോലെയുള്ളൊരവസരം നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ അറിയാതെ അട്രാക്റ്റ് ചെയ്യുകയാണ്. പകരം അവിടെ അസൂയൊരു മനോഭാവം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഒരിക്കലും അവിടെ എവിടെയും പോകില്ല, എത്തുകയില്ല. അപ്പോൾ മനസ്സറിഞ്ഞ് എത്രത്തോളം ബ്ലെസ് ചെയ്യാൻ പറ്റുന്നോ മറ്റുള്ളവർക്ക് കിട്ടുന്ന നന്മയിൽ, അവർക്ക് ഉണ്ടാകുന്നതിൽ നമ്മൾ എത്രത്തോളം മനസ്സറിഞ്ഞ് ബ്ലെസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ വരുന്നതാണ്. നമുക്കും അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. ആ അസൂയ മനോഭാവം മനസ്സിൽ നിന്ന് പാടെ ഒഴിവാക്കുക. അസൂയപ്പെടില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുക. ഏതൊരു വ്യക്തിയായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, സ്വന്തം സഹോദരനോ സഹോദരിയോ ആയിക്കോട്ടെ, അവർ ഉന്നത നിലയിലെത്തുമ്പോൾ അവർക്കുണ്ടാകട്ടെ, ബ്ലെസ് ചെയ്യുക. ചിലപ്പോൾ നമുക്ക് പരാതി ഉണ്ടാവും, നമുക്കൊന്നും അവർ തന്നില്ലല്ലോ, അവർക്ക് ഇത്രയും കാര്യങ്ങളുണ്ടായിട്ടും നമുക്കൊന്നും തരുന്നില്ലല്ലോ. അത് അവരെ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ, നമുക്കും അധ്വാനിക്കാം, നമുക്കുണ്ടാകും. നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് ക്ലീൻ ആക്കുക ആദ്യം. എന്നിട്ട് അവരെ ബ്ലെസ് ചെയ്യുക, ബ്ലെസ്സിങ് കൊണ്ട് നിറയ്ക്കുക, അവർക്കുണ്ടാവട്ടെ. ഇത് ഡെയിലി ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. അതായത് മറ്റുള്ളവരെ കാണുമ്പോൾ അവരോടുള്ള അതൃപ്തി, പണക്കാരെ കാണുമ്പോൾ അവരോടുള്ള ഒരു വെറുപ്പ്, അതൊന്നും മനസ്സിൽ കൊണ്ടു നടക്കാൻ പാടില്ല. അതെല്ലാം ഒഴിവാക്കി അവരെ ബ്ലെസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൽ ഇപ്പം നമുക്കുണ്ടാകാൻ വേണ്ടി നമ്മളെ മനസ്സ് എത്രത്തോളം കുതിക്കുന്നു അതുപോലെ അവർക്ക് ഉണ്ടാകാൻ വേണ്ടി അവർ ബ്ലെസ് ചെയ്യുക. ഉണ്ടാവട്ടെ, അവർക്ക് കാറും വീടും, അവരിനിയും പൈസക്കാരായി തീരട്ടെ. യെസ്, എന്നിലേക്ക് ഞാൻ ആഗ്രഹിക്കുന്ന വസ്തുക്കളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. യെസ്, അതും പറയാം. ഉറപ്പായും നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാക്കി തീരാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെയാണ് എന്നും പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഷുവറായി ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് തരാൻ മടിയുണ്ട്, അപ്പോൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഞാനിങ്ങനെ അറിയുന്നത്? ലൈക്ക് ചെയ്താലല്ലേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. എല്ലാവരും പ്രാക്ടീസ് ചെയ്യണേ, മറക്കരുത്. നിങ്ങളെ എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലമാകട്ടെ. താങ്ക് യു.